ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പാർട്ട് ഓഫ് പാർട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പാർട്ട് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താണ്. ഇതിപ്പോൾ പാർട്ട് ഓഫ് പാർട്ട് അതെങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിനെ ഈക്വൽ ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഓരോ പാർട്ടും 1/2 1/2 ആകെ ഉള്ളതിൻ്റെ 1/2 ആണ് ഇവിടെ കാണുന്നത്. ഇത് 1/2 ആണ്, ഇത് 1/2 ആണ്. ഓക്കെ, ഈ 1/2നെ നമ്മൾ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആകെ ഉള്ളതിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഈക്വൽ പാർട്ടിലെ ഒരു പാർട്ടായ 1/2നെ 3 ഈക്വൽ പാർട്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിൽ ഓരോന്നും ഈ 1/2ന്റെ 1/3 പാർട്ടാണ്. അതായത് 1/3 of 1/2. Total is divided into 2 equal parts. Each part is 1/2, and that 1/2 part is again divided into 3 equal parts. So each of that part is 1/3 part of 1/2. അതായത് ഈ ആകെ ഉള്ളതിന്റെ പകുതിയുടെ 3-ൽ-1 ഭാഗമാണ് ഇത് ഓരോന്നും. ക്ലിയർ ആണല്ലോ? അതായത് 1/3 of 1/2 ആണ് ഇത് ഓരോന്നും. ടോട്ടൽ ഈസ് ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ പാർട്സ്. അത് ആ ഒരു പാർട്ടിനെ വീണ്ടും 3 ഈക്വൽ പാർട്ടാക്കി. അപ്പോൾ 1/2ന്റെ 1/3 പാർട്ട് 1/3 of 1/2. 1/2 പാർട്ടിന്റെ 1/3 പാർട്ടാണ് ഇത് ഓരോന്നും. ക്ലിയർ ആയല്ലോ? അത് ടോട്ടലിന്റെ എത്രയാന്ന് നോക്കാം. അതായത് ടോട്ടൽ എത്ര പീസ് ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 6 പാർട്ട്. 6 ഈക്വൽ പാർട്ടിൽ ഓരോന്നാണിത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/6. 1/3 of 1/2 എന്ന് പറയുന്നത് 1/3 of 1/2 എന്ന് പറഞ്ഞാൽ 1/3 into 1/2 നമുക്ക് എഴുതാം. സോ വിച്ച് ഈസ് സെയിം ആസ് 1/6. ടോട്ടലിന്റെ 1/6 പാർട്ടാണ്. ടോട്ടലിന്റെ 1/2 1/2ന്റെ 1/3 എന്ന് പറഞ്ഞാൽ 1/6 പാർട്ടാണ്. അത്രയും ക്ലിയർ ആയോ? ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് 1/5 of 1/3 എന്ന് പറഞ്ഞാൽ 1/5 into 1/3 എന്നാണ് മീനിങ്. അതായത് ഒരു സംഖ്യയുടെ 1/3 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ 1/3ന്റെ 5/1 ഭാഗം. അപ്പോൾ ആദ്യം 1/3 എടുക്കണം. ആ 1/3നെ വീണ്ടും 5 ഈക്വൽ പാർട്ട് ആക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത പോലെ നോക്കാം. ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇൻ ദിസ് റെക്ടാങ്കിൾ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 ഈക്വൽ പാർട്സ്. ഇത് ഓരോന്നും 1/3 ആയിട്ട് വരും. 1/3. അപ്പോൾ ഇത് 1/3 ആണ്, ഇത് 1/3 ആണ്, ഇത് 1/3. ടോട്ടൽ ഈസ് ഡിവൈഡഡ് ഇൻടു 3 ഈക്വൽ പാർട്സ്. ഈച്ച് പാർട്ട് ഈസ് 1/3 പാർട്ട് ഓഫ് ദി ടോട്ടൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ 1/3 പാർട്ടിനെ ഒരെണ്ണം എടുത്തിട്ട് അതിനെ വീണ്ടും 5 ഈക്വൽ പാർട്ട് ആക്കുന്നു. 1 2 3 4 5. അപ്പൊ ഈ 1/3യുടെ 1/5 പാർട്ടാണ് ഇത് ഓരോന്നും. അപ്പൊ ഇത് 1/5 of 1/3. ക്ലിയർ ആയോ? ആദ്യം വലിയൊരു റെക്ടാങ്കിള് അതിനെ 3 ഈക്വൽ പാർട്ട് ആക്കുന്നു. ആ ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ട് എടുത്തിട്ട് അതിന് വീണ്ടും 5 പാർട്ട് ആക്കുന്നു. അപ്പോൾ ആ 3/1ന്റെ 5/1 ഈ കാണുന്നത്. സോ ഈച്ച് ഓഫ് ദിസ് പാർട്ട് ഈസ് 1/5 of 1/3. അതെന്താ കിട്ടും നോക്കാം. 1/5 of 1/3 എന്ന് പറയുന്നത് ടോട്ടലിന് എത്ര വരും നോക്കിയേ. ടോട്ടൽ എത്ര പാർട്ടായെന്ന് നോക്കിയേ. 3 into 5 15 ഈക്വൽ പാർട്ട് ഉണ്ട്. ആ 15 എണ്ണത്തിന് ഒരെണ്ണാണിത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/15 ഓഫ് ദി ടോട്ടൽ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം. 1/5 into 1/3 ഈസ് 1/15. 1 into 1 1 5 into 3 15. ഇവിടെ അത് തന്നെയല്ലേ നോക്കിയേ. 1 into 1 1 3 into 2 6. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. കണ്ടോളൂ. 1/2 into 1/4 കണ്ടുപിടിക്കേണ്ടി വിചാരിക്കുക. 1/2 into 1/4. അപ്പോ ഒരു റെക്ടാങ്കിൾ എടുക്കുന്നു. അതിന്റെ 1/4 പാർട്ട് ആദ്യം എടുക്കുന്നു. അതായത് ടോട്ടൽ ഈസ് ഡിവൈഡഡ് ഇൻടു 4 ഈക്വൽ പാർട്സ്. 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ടോട്ടൽ 1 റെക്ടാങ്കിൾ എടുത്തു. അതിനെ 4 ഈക്വൽ പാർട്സ് ആക്കി. അപ്പോൾ ഈച്ച് ഓഫ് ദീസ് ഈസ് 1/4 ഓഫ് ദി ടോട്ടൽ. അപ്പോൾ 1/4 ഇത് 1/4 4 1/4 ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടേ. ഹാഫ് ഓഫ് 1/4 ആണ്. ഈ 1/4ന്റെ 1/2 എടുക്കണം. അപ്പോൾ ഈ 1/4ന്റെ ഓരോന്നിനെ ഞാൻ 2 ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ 1/4ന്റെ 1/2 പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നുമാണ്.
അതായത് 1/2 ഇൻറ്റു 1/4 അല്ലെങ്കിൽ 1/2 ഓഫ് 1/4. ആകെ ഉള്ളതിനെ 4 ആക്കിയിട്ട് ആ 4 വീണ്ടും ഹാഫ് ആക്കി. അപ്പോൾ 1/2 ഇൻറ്റു 1/4 ആണ് ഇത് ഓരോന്നും. ടോട്ടൽ എത്രയുണ്ട്? 8 ഈക്വൽ പാർട്സ്, അതിലൊന്ന്. അപ്പോൾ 1/8 ആണ് ടോട്ടൽ വരിക. അപ്പോൾ ഈച്ച് ഓഫ് ദിസ് പാർട്ട് ഈസ് 1/2 ഓഫ് 1/4 ഈസ് 1/8. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. 1/3 ഇൻറ്റു 1/6. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക? ആദ്യം ടോട്ടൽ ഈസ് ഡിവൈഡ് 6 ഈക്വൽ പാർട്സ്. അപ്പോൾ 6 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ കണ്ടോ? 1 2 3 4 5 6. അപ്പോൾ ഓരോന്നും 1/6 ആണ്. 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആകെ ഉള്ളതിനെ 6 ഈക്വൽ പാർട്ടാക്കി. ഈച്ച് പാർട്ട് ഈസ് 1/6 ഓഫ് ദി ടോട്ടൽ. അപ്പോൾ ഇത് ഓരോന്നും 1/6 ആണ്. നമുക്ക് വേണ്ട എന്താ? 1/3 ഓഫ് 1/6 എന്ന് പറഞ്ഞാൽ ഈ 1/6 പാർട്ടിനെ വീണ്ടും 3 ഈക്വൽ പാർട്ടാക്കണം. അപ്പോൾ ഇത് ഓരോന്നിനെ 3 ഈക്വൽ പാർട്ടാക്കാൻ പോവാണ്. നോക്കിക്കോളൂ, 3 ഈക്വൽ പാർട്ടാക്കി. അപ്പോൾ ഇത് 1/6 ആണ്. 1/6നെ 3 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓരോന്നും എന്തായിരിക്കണം? 1/3 ഓഫ് 1/6 എന്ന് പറയുന്നത് ഇത് ഓരോന്നുമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര പാർട്ടുണ്ട് നോക്കാം. 1/3 ഓഫ് ഇത് എന്ന് പറയുന്നത് ഇത് ഒരു പാർട്ട് 1/3 ഇൻറ്റു 1/6 എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ്. അപ്പോൾ ടോട്ടൽ എത്ര ഈക്വൽ പാർട്ട് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 അങ്ങനെ 6 3 18 ഈക്വൽ പാർട്സ് ഉണ്ട്. അതിലൊരു പാർട്ടായിട്ട് വരുന്നു. അപ്പോൾ 1/3 ഇൻറ്റു 1/6 ഈസ് 1/18. 3 ഇൻറ്റു 6 18. 1 ഇൻറ്റു 1 1. അപ്പോൾ 1/3 ഇൻറ്റു 1/6 അല്ലെങ്കിൽ 1/3 ഓഫ് 1/6 ഈസ് 1/18. ക്ലിയർ ആയോ പറഞ്ഞത്? ആ ടോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ എഴുതാണ്. നമുക്ക് വേറെ ഒരെണ്ണത്തിട്ട് പോകാം. 1/5 ഇൻറ്റു 1/8. ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് 1/5 ഇൻറ്റു 1/8 ചെയ്യുന്നത്? ടോട്ടൽ ഈസ് ഡിവൈഡ് 8 ഈക്വൽ പാർട്സ് ആദ്യം എടുക്കണം. എന്നിട്ട് അതിലൊരു പാർട്ടിനെ 5 ഈക്വൽ പാർട്ട് ആക്കണം. അപ്പോൾ നോക്കാം. ഒരു റെക്ടാങ്കിൾ എടുത്തിട്ടുണ്ട്. വി ഹാവ് ടു ഡിവൈഡ് ദിസ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്. ഉണ്ടോ? 1 2 3 4 5 6 7 8. അപ്പോൾ ഈച്ച് പാർട്ട് ഈസ് 1/8 ഓഫ് ദി ടോട്ടൽ. ഇത് 1/8 ആണ്. ഇത് 1/8 ആണ്. ഈച്ച് ഓഫ് ദിസ് ഈസ് 1/8 ഓഫ് ദി ടോട്ടൽ. ക്ലിയർ ആണോ? ഓക്കെ. Then each of this 1/8 is divided to 5 equal parts. അതിലൊരു 5ലാണ് 1/5 ഓഫ് 1/8. അപ്പോൾ ഇത് 1/8 ആയോളൂ. ആ 1/8ന്റെ 1/5 നമുക്ക് എടുക്കണം. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതെ, ഓരോന്നും 5 ഈക്വൽ പാർട്ടായിട്ട് 1 2 3 4 5. അപ്പോൾ ഈ 1/8ന്റെ 1/5 പാർട്ടാണ്. അപ്പോൾ 1/5 ഇൻറ്റു 1/8 എന്ന് പറഞ്ഞാൽ ഇതിലൊരു പാർട്ടാണ്. അത് ടോട്ടലിന്റെ എത്രയാന്ന് നോക്കാം. ടോട്ടൽ എത്ര പാർട്ടുണ്ട് നോക്കാം. എത്ര നോക്കിയേ, എണ്ണി നോക്കിയേ. ഇങ്ങനെ 5 എണ്ണം ഉണ്ട്, ഇങ്ങനെ 8 എണ്ണം ഉണ്ട്. അപ്പൊ 5 40 എണ്ണം ഉണ്ട് മൊത്തം. ടോട്ടൽ 40 equal parts. Out of that, one part is the answer. That is 1/40 is 1/5 into 1/8. 1/5 into 1/8 എന്ന് പറഞ്ഞാൽ 1/40 ആണ്. അതായത് 5 into 8 40. 1 into 1 1. അത്രയും ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ ഇട്ട് പോകാം. വേറൊരു ചോദ്യം. 1 meter long string is divided into 5 equal parts. ഒരു മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ് എടുത്തിട്ട് അതിനെ 5 ഈക്വൽ പാർട്ട് ആക്കുന്നു. 5 ഈക്വൽ പാർട്ട് ആക്കുന്നു. ഹൗ ലോങ് ഈസ് 1/2 ഓഫ് 1 പാർട്ട് ഇൻ മീറ്റർ? അതിലെ ഒരു പാർട്ടിന്റെ ഹാഫ്. ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് 1 പാർട്ട്? ഒരു പാർട്ടിന്റെ ഹാഫ് മീറ്ററിൽ എത്ര മീറ്റർ ആയിരിക്കും? ഇൻ സെന്റിമീറ്ററും അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്ന് നോക്കാം. നോക്കിക്കോളൂ. 1 പാർട്ട്. അപ്പോൾ 1 meter ലോങ് സ്ട്രിങ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 ഈക്വൽ പാർട്ടാണ്. 5 ഈക്വൽ പാർട്ട് ആകുമ്പോൾ 1 പാർട്ട് എന്ന് പറയുന്നത് 1/5. യെസ്, 1/5 മീറ്റർ ആണ് ഒരു പാർട്ടിന്റെ നീളം. അതായത് 1 meter നീളമുള്ള ഒരു സ്ട്രിങ് എടുത്തിട്ട് അതിന് 5 ഈക്വൽ പാർട്ട് ആക്കുന്നു. അപ്പോൾ 1/5 മീറ്റർ ആണ് ഒരു പാർട്ടിന്റെ നീളം. ഇനി എന്ത് ചെയ്യുന്നു? If how long is half of 1 part? ഈ ഒരു പാർട്ടിന്റെ ഹാഫ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാഫ് ഓഫ് 1 പാർട്ട് എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് 1/5. ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് 1/5. അതായത് ഹാഫ് ഇൻറ്റു 1/5. അതായത് ഹാഫ് ഓഫ് 1/5. ക്ലിയർ ആണോ? അപ്പോൾ ഹാഫ് ഓഫ് 1/5 ഇപ്പൊ ചെയ്ത മാതിരി എന്ത് കിട്ടും? 1 into 1 1 2 into 5 10. അത് നമുക്ക് ഇതുപോലെ എടുക്കണമെന്നില്ല, അല്ലാതെ ഡയറക്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കിട്ടിയായിരുന്നു. 1 into 1 1 5 into 8 40. അങ്ങനെ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാം.
It is 1/2 of each part is 1/10 meter. And we are also asked to find out the answer in centimeter. അപ്പോൾ ഒരു മീറ്റർ എന്നുള്ള 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 1/10 മീറ്ററിനെ നമുക്ക് സെന്റിമീറ്റർ ആക്കാൻ 1/10 ഇൻറ്റു 100. അത് നോക്കാം. 1/10 ഇൻറ്റു 100 സെന്റിമീറ്റർ. ഇത് മീറ്ററിലാണ്, ഇത് സെന്റിമീറ്ററിലാണ്. അപ്പോൾ 100/10 കിട്ടും അല്ലെ. 1 ഇൻറ്റു 100 100 ആണ്. 100/10 എന്ന് പറഞ്ഞാൽ 100നെ 10 കൊണ്ട് ഹരിച്ചാൽ 10. 10 സെന്റിമീറ്റർ ആണ് സെന്റിമീറ്ററിലെ ഇതിന്റെ ആൻസർ. അപ്പോൾ 1 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ്ങിനെ 5 ഈക്വൽ പാർട്ടാക്കി ആ ഒരു പാർട്ട് എടുത്തിട്ട് അതിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ 1/10 മീറ്റർ ആണ്. അത് 10 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? ഒരു ചോദ്യം കൂടി ചെയ്യാം, നോക്കിക്കോളൂ. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. 1 ലിറ്റർ മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 2 ബോട്ടിൽസ്. 1 ലിറ്റർ പാൽ എടുത്തിട്ട് 2 ബോട്ടിൽ, ഒരേപോലെയുള്ള 2 ബോട്ടിലായിട്ട് ഫില്ല് ചെയ്യും. എ ക്വാർട്ടർ ഓഫ് മിൽക്ക് ഇൻ 1 ബോട്ടിൽ. ഒരു ബോട്ടിലിന്റെ ക്വാർട്ടർ, 4 ഭാഗം. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് ദി മിൽക്ക് ഇൻ ഫ്രം 1 ബോട്ടിൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ടീ. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലെ ഒരു കുപ്പിയിൽ 4 ഭാഗം എടുക്കുന്നു. How many liters of milk is used to make tea? ചായ ഉണ്ടാക്കാൻ എടുത്ത പാല് എത്ര ലിറ്റർ ആണ് അതാണ് ചോദ്യം. അത് മില്ലി ലിറ്ററിലും കൊടുക്കണം ആൻസർ. ഈ മില്ലി ലിറ്റർ എത്ര മില്ലി ലിറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ചെയ്ത പോലെ തന്നെ 1 ലിറ്റർ മിൽക്കാണ് ആകെ ഉള്ളത്, 2 ബോട്ടിലുണ്ട്. അപ്പൊ ഒരു ബോട്ടിലുള്ള മിൽക്ക് എത്രയായിരിക്കും? ഹാഫ് ഓഫ് 1, അതായത് 1/2. അപ്പോൾ മിൽക്ക് ഇൻ 1 ബോട്ടിൽ എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ ആയിരിക്കും. കാരണം 1 ലിറ്റർ 2 കുപ്പിയിലാക്കി നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുപ്പിയിലുള്ളത് 1/2 ലിറ്റർ. ഓക്കെ, ഇനി അതിനകത്ത് ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചതോ ക്വാർട്ടർ ഓഫ് മിൽക്ക്, 1/4 ഓഫ് ദി മിൽക്ക് ഇൻ 1 ബോട്ടിൽ. ഒരു ബോട്ടിലിലെ 4 ഭാഗമാണ് ചായ ഉണ്ടാക്കുക. അപ്പോൾ 1/4 ഓഫ് 1 ബോട്ടിൽ എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് 1/2 ലിറ്റർ. ഒരു ബോട്ടിൽ 1/2 ലിറ്റർ ആണ്. അപ്പോൾ 1/4 ഓഫ് 1 ബോട്ടിൽ എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് 1/2 ലിറ്റർ ആയി 1/4 ഇൻറ്റു 1/2 വരും. അപ്പോൾ 1/4 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1/4 ഇൻറ്റു ദാറ്റ് ഈസ് 1/8 ലിറ്റർ. 1/8 ലിറ്റർ ആണ് ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. The milk used to make tea is 1/8 liter. Also we have to give it in milliliter. How many milliliter is 1 liter? 1000 milliliter ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 1000. അപ്പോൾ 1/8 ഓഫ് ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/8 ഇൻറ്റു 1000 മില്ലി ലിറ്റർ. 1/8 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/8 ഇൻറ്റു 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000/8. 1000/8 എന്ന് പറഞ്ഞാൽ എത്രയാ? 125 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 125 മില്ലി ലിറ്റർ. അപ്പോൾ മിൽക്ക് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടീ ഈസ് 125 മില്ലി ലിറ്റർ അല്ലെങ്കിൽ 1/8 ലിറ്റർ. അപ്പോൾ ഈ രൂപത്തിൽ അതിലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഇനി കുറച്ച് പ്രോബ്ലംസ് കൂടി ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.